ആലപ്പുഴയ്ക്ക് അടുത്ത് വീണ്ടും ഒരു തെരുവുനായ ആക്രമണത്തിൻ്റെ വാർത്ത വരുന്നു. നൂറനാട് പാലമേൽ പഞ്ചായത്ത് 2 പേരെ തെരുവുനായ കടിച്ചുവെന്ന വാർത്തയാണ്. കനകം എന്ന വയോധികയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റെന്നും വാർത്ത പറയുന്നു. ഈ പ്രദേശത്തിന് സമീപമാണ് പേ വിഷബാധയേറ്റ് 11 വയസ്സുകാരൻ മരിച്ചത്. ശ്രാവണ കാര്യമാണ് പറഞ്ഞത്. ശ്രീജിത്ത് ശ്രീകുമാരൻ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, പറയൂ, അവിടെ ആ ഏരിയയിൽ വലിയ ശല്യമാണെന്ന് തോന്നുന്നല്ലോ. SKN അടൂർ താലൂക്ക് ആശുപത്രിയിലാണ് നമ്മളുള്ളത്. കനകമ്മയുടെ മകൾ ഷൈലയാണ് നമ്മോടൊപ്പം ഉള്ളത്. എന്തായിരുന്നു സംഭവിച്ചത് അമ്മേ? അമ്മ രാവിലെ ചായ കുടിച്ചിട്ട് സിറ്റൗട്ടിലോട്ട് വന്നിരിക്കുമായിരുന്നു. അപ്പുറത്ത് പത്രം കൊണ്ടുവരാൻ ഒരാൾ വന്ന് പത്രക്കാരനെ പട്ടി കടിച്ചു. അത് കഴിഞ്ഞ് ആ പട്ടി ചാടി സിറ്റൗട്ടിലോട്ട് കയറി വന്ന് അമ്മയുടെ 2 കാലിലും കടിച്ചു. 2 കാലിലും കടിച്ചു? 2 കാലം 2 ഇടത്ത് കടിച്ചിട്ട് പിന്നെ പുറത്തൂടെ വന്നപ്പോഴത്തേന് എന്നെ ഓടിച്ചു പറിക്കകത്തോട്ട്. പശുവിനെയും കിടാവിനെയും കടിച്ചു എന്ന് പറഞ്ഞു. പശുവിനെ 4 2 പശുവിനെയും കടിച്ചു. ഈ പത്രം കൊണ്ട് വിതരണത്തിന് വരുന്ന ആളിനെ കടിച്ചു. അമ്മയും കടിച്ചു. നായെ കണ്ടെത്താൻ കഴിഞ്ഞോ? പിന്നീട് നാട്ടുകാർക്ക് എങ്ങനെ നായനെ പിന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? നായ എവിടെയെന്ന് അറിയോ? ഇപ്പോൾ നായ ഇപ്പോൾ എവിടെയെന്ന് വല്ല ധാരണയുണ്ടോ? ഒന്നും അറിയാം. ഓടിപ്പോയല്ലേ? അത് ഓടിപ്പോയേക്കാം. പക്ഷെ ആൾക്കാർ ഇങ്ങനെ അതിൻ്റെ പുറകിന് പോയിട്ടുണ്ട്. ഈ പ്രദേശത്ത് ഇങ്ങനെ തെരുവുനായ കൂടുതലുള്ള സ്ഥലമാണോ? തെരുവുനായ്ക്കൾ ഒരുപാട് കൂടുതലായിട്ടുള്ള സ്ഥലം അത്. സ്ഥലം കൃത്യയോടെ പാലമേൽ അല്ലേ? പാലമേൽ പഞ്ചായത്തിലാണ്. 2 പേർക്ക് കടിയേറ്റിട്ടുണ്ട്. SKN അതാണ് പറയുന്നത്. കനകമ്മയുടെ പ്രതികരണം നമുക്ക് അല്പസമയത്തിനകം നൽകാനാകും. അവരവിടെ ഇരിക്കുന്നുണ്ട്. അതാണ് കനകമ്മ. അവരവിടെ ഇരിക്കുകയാണ്. അവർക്ക് കാര്യമായ രീതിയിലുള്ള പരുക്ക് ഏറ്റിട്ടുണ്ട്. കാലിലാണ് പരുക്ക്. 2 ഇടത്ത് ഇത്തരത്തിൽ കടിയേറ്റിട്ടുണ്ട്. സ്വാഭാവികമായി അവരെ കുത്തിവെപ്പ് എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. അവരുടെ മക്കളും അതുപോലെ തന്നെ ബന്ധുക്കളും ഒക്കെ ചേർന്നാണ് കുത്തിവെപ്പ് എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റേ പത്രവിതരണക്കാരൻ എവിടെയാണ് കുത്തിവെപ്പ് എടുക്കാൻ പോയതെന്നതിനെക്കുറിച്ച് ഒരു വിവരം ലഭിച്ചിട്ടില്ല. എന്തായാലും ജാഗ്രത പാലിക്കണമെന്നാണ് പാലമേൽ പഞ്ചായത്ത് അധികൃതരടക്കം നമ്മോട് അറിയിച്ചിട്ടുള്ളത്. ഒരു തെരുവുനായുണ്ട്, അതിൻ്റെ പുറകെ പഞ്ചായത്ത് അധികൃതരും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ ഉണ്ട്. എന്തായാലും തൊട്ടടുത്ത് ആണ് ഈ ശ്രാവണിൻ്റെ വീട്. ചാരുമൂട് കിലോമീറ്ററുകൾ മാത്രം വ്യത്യാസം ഉള്ള മേഖലയാണ്. എന്തായാലും വലിയ ദൗർഭാഗ്യകരമായ സംഭവമാണ്. നായയെ എത്രയും പെട്ടെന്ന് പിടിക്കാൻ കഴിയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.